Hi students, welcome to your new class. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്കാണ് വാറണ്ട്സ് ആൻഡ് കൺവേർട്ടബിൾസ്. ഈ രണ്ട് കാര്യങ്ങളെക്കുറിച്ചാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിൽ ഫസ്റ്റ് മനസ്സിലാക്കേണ്ടതാണ് എന്താണ് വാറണ്ടുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇറ്റ് ഗിവ്സ് ഇൻവെസ്റ്റേഴ്സ് എ റൈറ്റ് ടു ബൈ ദ അണ്ടർലൈങ് ഷെയർ, ബോണ്ട് ഓർ എനി അതർ സെക്യൂരിറ്റി അറ്റ് എ സർട്ടൻ ഫ്യൂച്ചർ ഡേറ്റ് അറ്റ് എ സ്പെസിഫൈഡ് പ്രൈസ്. However, investors have no obligation to buy the underlying security at that time at that price. നമ്മൾ ഏതെങ്കിലും ഒരു കമ്പനിയുടെ ഷെയറോ ബോണ്ടോ അല്ലെങ്കിൽ മറ്റുള്ള സെക്യൂരിറ്റിയോ ഒരു ഫ്യൂച്ചർ ഡേറ്റിൽ ഒരു പ്രത്യേക വിലയിൽ വാങ്ങാമെന്ന് നമ്മൾക്ക് കിട്ടുന്ന ഒരു റൈറ്റിനെയാണ്, അതായത് ഇപ്പം നമ്മൾ വാങ്ങിയിട്ടില്ല അതെല്ലാം തീരുമാനിച്ച് ചെയ്യാമെന്നുള്ളൊരു അവകാശം അതിന് ഇൻവെസ്റ്റർക്ക് കിട്ടുകയാണെങ്കിൽ അതിനെയാണ് വാറണ്ട് എന്ന് പറയുന്നത്. ഇനി ആ ഒരു വിലയിൽ ആ ഒരു സമയത്ത് വാങ്ങണമെന്ന് യാതൊരു ഒബ്ലിഗേഷൻ ഇൻവെസ്റ്റർക്ക് ഇല്ല താനും. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. എവ്രി വാറണ്ട് ക്യാരീസ് ദ ഇൻഫർമേഷൻ ഓൺ ദ നമ്പർ ഓഫ് അണ്ടർലൈങ് സെക്യൂരിറ്റി. ഓരോ വാറണ്ടിലും കൃത്യമായിട്ട് എത്ര നമ്മൾ സെക്യൂരിറ്റിയാണ് വാങ്ങുന്നത് എന്നുള്ള കൃത്യമായിട്ട് പറഞ്ഞിട്ടായിരിക്കും. ആൻ ഇൻവെസ്റ്റർ ക്യാൻ ബൈ അറ്റ് വാട്ട് പ്രൈസ്, എത്ര രൂപയ്ക്കാണ് ഏത് ഡേറ്റിനെല്ലാം കൃത്യമായിട്ട് പറഞ്ഞിട്ടായിരിക്കും. ആ ടൈം പീരീഡ് എന്ന് പറയുന്നത് പല വാറണ്ടിനനുസരിച്ചിട്ട് തന്നെ വ്യത്യസ്തപ്പെട്ടിരിക്കാം. അല്ലെങ്കിൽ ഇൻവെസ്റ്റേഴ്സിന് അത് ട്രേഡ് ചെയ്യാൻ പറ്റും. അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എപ്പോഴും ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന രണ്ട് കാര്യങ്ങളെയാണ്. ഒന്ന് ടൈമിനെയും രണ്ട് ഇൻട്രിൻസിക് വാല്യൂവിനെയാണ് പറയുന്നത്. അതായത് വാല്യൂ ഓഫ് വാറണ്ട് എപ്പോഴും കൂടി എങ്ങനെയാണ്, ടൈം ലെഫ്റ്റ് അൺടിൽ എക്സ്പിറേഷൻ ഈസ് മോർ. നമ്മൾ കാലങ്ങൾ കഴിയുന്തോറുമാണ് കൂടുതൽ വാല്യൂ ഉണ്ടായിരിക്കുന്നത്. അതിൻ്റെ വാല്യൂ എപ്പോഴും ഹൈ ആവുന്നത് മാർക്കറ്റ് പ്രൈസ് ഓഫ് ദ അണ്ടർലൈങ് സെക്യൂരിറ്റി. കാരണം നമ്മൾ എത്ര രൂപയാണോ പറഞ്ഞിരിക്കുന്നത് അതിനേക്കാൾ കൂടുതലായിട്ട് മാർക്കറ്റ് പ്രൈസ് നിൽക്കുകയാണെങ്കിൽ അപ്പം നല്ല രീതിയിലുള്ള റിട്ടേൺ അവിടെ ഉണ്ടാവും എന്നുള്ളതാണ് പറയുന്നത്. ഇനി എന്തൊക്കെയാണ് ഈ വാറണ്ടിൻ്റെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്? ഒന്ന്, ഫിക്സഡ് പ്രൈസ് ആയിരിക്കും. ഈ നമുക്ക് ഒരു ഇൻവെസ്റ്റർ വാങ്ങാൻ വേണ്ടി തയ്യാറെടുക്കുകയാണെന്ന് വെച്ചാൽ ഫ്യൂച്ചറിൽ എത്ര രൂപയ്ക്കാണെന്ന് നമുക്ക് മുൻകൂട്ടി തന്നെ അറിയാൻ സാധിക്കുന്നു എന്നുള്ളതാണ് പറയുന്നത്. ആ ഒരു ഡേറ്റ് വരേക്കും നമ്മളൊരു കരാർ കാലയളവ് കൊടുക്കും. ആ ഒരു കാലയളവ് വരേക്കും നമുക്ക് ആ ഒരു പ്രൈസ് തന്നെയാണ് വാങ്ങാൻ സാധിക്കുക. അതുകൊണ്ട് തന്നെ അതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് ഫിക്സഡ് ആയിരിക്കും. ഇനി നെക്സ്റ്റ് പറഞ്ഞിരിക്കുന്നത് ഡിറ്റാച്ചബിൾ ആണ്. ഡിറ്റാച്ചബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ മാത്രം ഒരു പ്രത്യേകതയാണ് ഈ ഡിറ്റാച്ചബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. വൺ ക്യാൻ ട്രേഡ് ദം സെപ്പറേറ്റ്ലി ഫ്രം ദ അണ്ടർലൈങ് സെക്യൂരിറ്റി. നമുക്ക് ഏത് സെക്യൂരിറ്റിയുടെ മുകളിലാണോ വാറണ്ടുകൾ വാങ്ങുന്നത് നമുക്ക് അതിൽ നിന്ന് തന്നെ സെപ്പറേറ്റ് ചെയ്തുകൊണ്ട് വാറണ്ട് മാത്രം ട്രേഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അതാണ് ഡിറ്റാച്ചബിൾ. അതിനോട് അറ്റാച്ച്ഡ് അല്ല, ഡിറ്റാച്ച്ഡ് ആണെന്നുള്ളതാണ് പറയുന്നത്. ഏത് അണ്ടർലൈൻ സെക്യൂരിറ്റി ആണോ വാങ്ങാൻ ഉദ്ദേശിക്കുന്നത് അതിൽ നിന്ന് നമുക്ക് ഡിറ്റാച്ച് ചെയ്തുകൊണ്ട് നിൽക്കുന്ന ഒരു സംഭവമാണ് അതിൻ്റെ വാറണ്ട് എന്ന് പറയുന്നത്. റിമെയിൻസ് ഇൻ അക്കൗണ്ട്സ്. ഇനി വാറണ്ടിനെ സംബന്ധിച്ചോളം വെദർ ഓർ നോട്ട് ദ ഇൻവെസ്റ്റർ എക്സൈസ് ദ വാറണ്ട്, ദ അണ്ടർലൈൻ സെക്യൂരിറ്റി റിമെയിൻസ് ദ കമ്പനീസ് ബുക്സ് ഓഫ് അക്കൗണ്ട്സ്. ഇൻവെസ്റ്റർ അത് വാങ്ങിയാലും ഇല്ലെങ്കിലും എക്സിക്യൂട്ട് ചെയ്താലും കമ്പനിയുടെ ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ ആ സെക്യൂരിറ്റി എപ്പോഴും കാണിക്കുന്നതാണ് പറയുന്നത്. പിന്നെ പറയുന്നത് ഓണർഷിപ്പാണ്. വാറണ്ട് വാങ്ങുന്നതുകൊണ്ട് നമുക്ക് ഒരിക്കലും ഇൻവെസ്റ്റർ ഒരു ഓണറായിട്ട് മാറുന്നില്ല എന്നുള്ളതാണ് പറയുന്നത്. ഓണർഷിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഓൺലി ഇൻവെസ്റ്റർ യൂസസ് ദ വാറണ്ട് ടു ബൈ ദ അണ്ടർലൈങ് സെക്യൂരിറ്റി. ആ പറഞ്ഞിരിക്കുന്ന അണ്ടർലൈങ് സെക്യൂരിറ്റി വാങ്ങാൻ വേണ്ടി വാറണ്ട് യൂസ് ചെയ്യുമ്പോൾ മാത്രമാണ് ഓണർഷിപ്പ് കിട്ടുന്നുള്ളൂ. വർത്ത്ലെസ് ആണ്. എ വാറണ്ട് വിൽ ബിക്കം വർത്ത്ലെസ് ഫോർ എക്സൈസ് ഇഫ് ദ മാർക്കറ്റ് പ്രൈസ് ഓഫ് ദ അണ്ടർലൈങ് സെക്യൂരിറ്റി ഡ്രോപ്സ് ബിലോ ദ എക്സൈസ് പ്രൈസ്. നമ്മൾ ഫിക്സ് ചെയ്ത പ്രൈസിനേക്കാൾ താഴേക്ക് മാർക്കറ്റ് പ്രൈസ് പോയി കഴിഞ്ഞാൽ ഇതിന് വാല്യൂ ഉണ്ടാവില്ല എന്നാണ് പറയുന്നത്. ഇൻട്രിൻസിക് വാല്യൂ. വാറണ്ട്സ് ഡു നോട്ട് ഹാവ് എനി ഇൻട്രിൻസിക് വാല്യൂ ഓഫ് ദെയർ ഓൺ. വാറണ്ടിന് അതിൻ്റേതായ ഒരു വാല്യൂ എപ്പോഴും ഉണ്ടായിരിക്കില്ല. അതിൻ്റെ വാല്യൂ എപ്പോഴും ഡിപ്പെൻഡ് ചെയ്യുന്നത് ഏത് അസറ്റാണോ നമ്മൾ പർച്ചേസ് ചെയ്യുന്നത്, ഷെയറോ ഡിബഞ്ചറോ മറ്റുള്ള കമ്മോഡിറ്റീസോ എന്താണോ നമ്മൾ വാങ്ങുന്നത് അതിൻ്റെ വാല്യൂവിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് മാത്രമായിരിക്കും വാറണ്ടിൻ്റെ വാല്യൂ ഉണ്ടായിരിക്കുക എന്നാണ് പറയുന്നത്. നോട്ട് ഇഷ്യൂഡ് ഇൻഡിപെൻഡൻ്റ്ലി. വാറണ്ട്സ് എപ്പോഴും ഇഷ്യൂ ചെയ്യുന്നത് ഇൻ കൺജങ്ഷൻ വിത്ത് അല്ലെങ്കിൽ ടൈഡ് ടു അതർ ഇൻസ്ട്രുമെൻറ്റ്സ്. വാറണ്ട് എന്ന് പറഞ്ഞിട്ടൊരു ഇൻസ്ട്രുമെൻ്റ് ഇല്ല, പകരം നമ്മൾ വേറെ ഏതെങ്കിലും ഒരു ഇപ്പോൾ എക്സാമ്പിൾ ഡിബഞ്ചർ വാങ്ങുക, ഷെയർ വാങ്ങുക, അതിനോടൊപ്പം അറ്റാച്ച് ചെയ്ത് കിട്ടുന്നതാണ് വാറണ്ട് എന്ന് പറയുന്നത്. ഓക്കെ, അല്ലാണ്ട് വാറണ്ട് മാത്രമായിട്ട് നമുക്ക് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഇഷ്യൂ ചെയ്യാനൊന്നും പറ്റില്ല. ഇനി നെക്സ്റ്റ് പറയുന്നത് സ്റ്റോക്ക് വാറണ്ട് ആണ്. സ്റ്റോക്ക് വാറണ്ട് എന്ന് പറഞ്ഞാൽ ഇതേപോലെ തന്നെ ഒരു ഫിനാൻഷ്യൽ ടൂളാണ്. ഇത് ആരാണോ ഹോൾഡ് ചെയ്യുന്നത് അവർക്കൊരു റൈറ്റ് കിട്ടുകയാണ് ഈ ഒരു സംഭവം നമുക്ക് വാങ്ങുകയോ വിൽക്കുകയോ എത്ര നമ്പർ ഓഫ് ഷെയർസ് ഉണ്ട് കമ്പനിയുടെ സ്റ്റോക്കിൽ ഒരു പ്രീ ഡിറ്റർമിൻഡ് പ്രൈസിൽ ഒരു സ്പെസിഫൈഡ് ടൈം ഫ്രെയിമിൻ്റെ ഉള്ളിൽ നമുക്ക് ചെയ്യാം എന്നുള്ളതാണ് പറയുക. യാതൊരു ഒബ്ലിഗേഷനും ഇല്ലാതെ തന്നെ ചെയ്യാവുന്നതാണ്.
വാറണ്ട് അലൗസ് ദ ഹോൾഡർ ടു ബൈ ഷെയർസ് അറ്റ് ഇങ്ങനെ ഒരു വാറണ്ട് കിട്ടുമ്പോഴുള്ള ഗുണം എന്താണ്? ആ ഒരു ഇൻവെസ്റ്റർക്ക് ഷെയർ ആ ഒരു പ്രീ ഡിറ്റർമിൻ ചെയ്ത പ്രൈസിൽ, ഇപ്പം നമ്മൾ ഫിക്സ് ചെയ്യുമ്പോൾ ഉള്ള വില 100 രൂപയായിരിക്കും. ചിലപ്പോൾ അത് ആക്ച്വലി അത് എക്സൈസ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ വില 150 200 ഉണ്ടാവും. അന്നേരം നമുക്ക് ഫിക്സ് ചെയ്ത വിലയ്ക്ക് തന്നെ വാങ്ങാൻ പറ്റുന്നതാണ് അതിൻ്റെ ഏറ്റവും വലിയ ഗുണം എന്ന് പറയുന്നത്. പ്രീ ഡിറ്റർമിൻ പ്രൈസ് ഈസ് ലോവർ ദാൻ ദ കറണ്ട് മാർക്കറ്റ് പ്രൈസ് ദ വാറണ്ട് ഹോൾഡർ വിൽ എക്സൈസ് റേറ്റ്. കാരണം ഇപ്പോൾ മാർക്കറ്റ് വാല്യൂ കൂടി നിൽക്കുകയാണെന്ന് വെച്ചാൽ നമ്മൾ കുറഞ്ഞ വിലയ്ക്കാണ് അഗ്രിമെൻ്റ് എങ്കിൽ നമുക്കത് വാങ്ങാം. ആ സമയത്ത് ഹി വിൽ ബൈ ദ ഷെയർസ് ഓർ സ്റ്റോക്ക്. ഇനി ആ പ്രീ ഡിറ്റർമിൻ ചെയ്തിരിക്കുന്ന പ്രൈസ് ആണ് കൂടുതൽ ഇപ്പോഴത്തെ കറണ്ട് മാർക്കറ്റ് പ്രൈസിനേക്കാളെങ്കിൽ അവർക്ക് ആ ഷെയറോ അല്ലെങ്കിൽ സ്റ്റോക്കോ സെല് ചെയ്യാനും പറ്റും. കാരണം നമ്മൾ പറഞ്ഞു വെച്ച വാല്യൂവിനേക്കാൾ വാല്യൂ ആണ് കൂടുതൽ കറണ്ട് മാർക്കറ്റ് പ്രൈസിനെക്കാട്ടുന്നുണ്ടെങ്കിൽ നമുക്കത് സെല് ചെയ്യാനും പറ്റും. ഇതാണ് സ്റ്റോക്ക് വാറണ്ട് എന്ന് പറയുന്നത്. ഇനി ഇതിൽ പ്രധാനമായിട്ടും 4 തരത്തിലുള്ള സ്റ്റോക്ക് വാറണ്ട് ഉണ്ട്. കോൾ വാറണ്ട്, പുട്ട് വാറണ്ട്, കവേർഡ് വാറണ്ട്, നേക്കഡ് വാറൻസ്. കോൾ വാറണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വാറണ്ട് കൈവശമുള്ള ഹോൾഡർക്ക് ഒരു ഓപ്ഷനാണ് ടു ബൈ. അവിടെ ഈ കോൾ എന്ന് പറയുന്നത് ബൈ ചെയ്യാനും പുട്ട് എന്ന് പറയുന്നത് സെല് ചെയ്യാനുള്ള ഓപ്ഷനാണ്. നമുക്ക് വേണമെങ്കിൽ പർച്ചേസ് ചെയ്യാം പർട്ടിക്കുലർ ക്വാണ്ടിറ്റി ഓഫ് കമ്പനീസ് ഷെയർസ് അറ്റ് എ പ്രീ ഡിറ്റർമിൻഡ് പ്രൈസ് ഡ്യൂറിങ് എ സ്പെസിഫൈഡ് ടൈം. ഒരു പ്രത്യേക സമയത്തിനുള്ളിൽ മുൻകൂട്ടി നിശ്ചയിച്ച വില പ്രകാരം കമ്പനിയുടെ ഷെയർസ് പറഞ്ഞ ക്വാണ്ടിറ്റിയിൽ നമുക്ക് വേണമെങ്കിൽ പർച്ചേസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ് കോൾ വാറന്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതേ കാര്യം തന്നെയാണ് ഇവിടെ നമുക്ക് വേണമെങ്കിൽ വിൽക്കാനുള്ള ഓപ്ഷനാണ് പുട്ട് വാറൻറ്റ്സ് എന്ന് പറയുന്നത്. കവേർഡ് വാറന്റ് എന്ന് പറയുന്നത് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ് ഇഷ്യൂ ചെയ്യുക ആൻഡ് ബാക്ക്ഡ് ബൈ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഓൺ ഷെയർസ് ഓർ ബൈ ഷെയർസ് ആൻഡ് ഓഫ് അനദർ കമ്പനി. ഒന്നില്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഷെയറോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും കമ്പനിയുടെ ഷെയറോ ആയിരിക്കും അതിനെ ബാക്കി ഉണ്ടാവുക എന്നാണ് പറയുന്നത്. അതാണ് കവേർഡ് വാറന്റ് എന്ന് പറയുന്നത്. നേക്കഡ് വാറൻറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കവേർഡ് വാറന്റ് പോലെ തന്നെയാണ്, എക്സെപ്റ്റ് ദേ ആർ നോട്ട് ബാക്ക്ഡ് ബൈ എനി അണ്ടർലൈൻ. ഇതിൻ്റെ പ്രത്യേകത നേക്കഡ്, അതായത് പ്രത്യേകിച്ച് ഒന്നുമില്ല എന്നുള്ള. അപ്പോൾ ഇവിടെ ഒരു അണ്ടർലൈങ് അസറ്റും ഉണ്ടാവില്ല. ഇവിടെ കവേർഡ് വാറന്റിന് അണ്ടർലൈങ് അസറ്റ് ഉണ്ട്, അത് ആ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ തന്നെ ഷെയറോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും കമ്പനിയോ ആയിരിക്കും എന്നാണ് പറയുന്നത്. ഇനി എന്താണ് ഈ ഒരു വാറന്റിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്? ദീസ് അലോ ഇൻവെസ്റ്റേഴ്സ് ടു കൺട്രോൾ എ ലാർജ് നമ്പർ ഓഫ് ഷെയർസ് വിത്ത് റിലേറ്റീവ്ലി സ്മോൾ ഇൻവെസ്റ്റ്മെൻറ്റ്. ചെറിയൊരു എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് നമുക്ക് ഒരു കൂട്ടം ഷെയർസ് പർച്ചേസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ് ഇവിടെ നമുക്ക് കിട്ടുന്നത്. ആൻഡ് ക്യാൻ ബി പർച്ചേസ്ഡ് അറ്റ് എ ഫ്രാക്ഷൻ ഓഫ് ദ പ്രൈസ് ഓഫ് ദ അണ്ടർലൈങ് സ്റ്റോക്ക്. എന്താണോ അതിൻ്റെ വില വരുന്നത് അതിനനുസരിച്ച് ആ ഫ്രാക്ഷനായിട്ട് നമുക്കിത് പർച്ചേസ് ചെയ്യാവുന്നതാണ്. ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് കുറവായിരിക്കും. സ്റ്റോക്ക് വാറൻറ്റ്സ് ഒരു ഓപ്പർച്യൂണിറ്റി കൊടുക്കണം, ഹയർ റിട്ടേൺസ്. നമ്മൾ സാധാരണ ഒരു സ്റ്റോക്കിൽ ഇൻവെസ്റ്റിനേക്കാട്ടിലും ഒരു ഓപ്പർച്യൂണിറ്റി നമുക്കിവിടെ കിട്ടുന്നു എന്നുള്ളതാണ് ഹയർ റിട്ടേൺസിന് വേണ്ടിയിട്ട്. സ്റ്റോക്ക് വാറൻറ്റ്സ് വേറൊരു ഗുണം കൂടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, അവന്യൂ ടു ഡൈവേഴ്സിഫൈ ദർ പോർട്ട്ഫോളിയോ ബൈ എക്സ്പാൻഡിങ് ബിയോണ്ട് ട്രഡീഷണൽ സ്റ്റോക്ക് ഹോൾഡിങ്സ്. പഴയ കാലത്ത് വെറും ഷെയറും അതൊക്കെ വാങ്ങുന്നതിന് കവിഞ്ഞ് നമുക്കൊന്നുകൂടി നമ്മുടെ പോർട്ട്ഫോളിയോ ഡൈവേഴ്സിഫൈ ചെയ്യാനുള്ള ഒരു മാർഗം കൂടിയാണ് ഈ സ്റ്റോക്ക് വാറണ്ടുകൾ എന്ന് പറയുന്നത്. എന്തൊക്കെയാണ് അതിൻ്റെ ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്? ഇതിനൊരു എക്സ്പിറേഷൻ ഡേറ്റ് ഉണ്ടായിരിക്കും ഈ ഒരു അഗ്രിമെൻറ്റ്. അപ്പോൾ ആ പറഞ്ഞ സമയത്തിനുള്ളിൽ നമുക്ക് കിട്ടിയ ആ റൈറ്റ് നമ്മൾ എക്സൈസ് ചെയ്തിട്ടില്ലെങ്കിൽ ഇറ്റ് വിൽ ബിക്കം വെർത്ത്ലെസ്. അപ്പോൾ അത് നമ്മൾ ചെയ്തു വെച്ച ആ കരാർ അവിടെ വെർത്ത്ലെസ് ആയി മാറുന്നു എന്നുള്ളതാണ് പറയുന്നത്. സ്റ്റോക്ക് പ്രൈസ് ഡസ് നോട്ട് പെർഫോം ആസ് ആൻറ്റിസിപ്പേറ്റഡ്. നമ്മൾ ഉദ്ദേശിച്ച പോലെ സ്റ്റോക്കിൻ്റെ പ്രൈസ് പെർഫോം ചെയ്തിട്ടില്ലെങ്കിൽ ഇൻവെസ്റ്റേഴ്സിന് എന്തായിരിക്കും നഷ്ടമുണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. സ്റ്റോക്ക് വാറൻറ്റ്സ് എപ്പോഴും ലോവർ ലിക്വിഡിറ്റിയാണ്, അണ്ടർലൈൻ സ്റ്റോക്കിനെ കമ്പയർ ചെയ്യുമ്പം ലിക്വിഡിറ്റി കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ വിചാരിച്ച സമയത്ത് നമുക്ക് വിൽക്കാനോ വാങ്ങാനോ ഒന്നും പറ്റിക്കൊള്ളുന്നില്ല. സ്റ്റോക്ക് വാറൻറ്റ്സ് വളരെ കോംപ്ലെക്സ് ആയിട്ടൊരു ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻ്റ് ആണ്. അതിൻ്റേതായ ചില ടേംസും കണ്ടീഷൻസും അതിനുണ്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇൻവെസ്റ്റേഴ്സ് തീർച്ചയായിട്ടും അതിനെ ആ ഒരു കാര്യങ്ങളെക്കുറിച്ച് നല്ല അറിവ് ഉള്ള ആളായിരിക്കണം എന്നുള്ളതാണ് പറയുന്നത്. ഈ നെക്സ്റ്റ് പറഞ്ഞതാണ് കൺവേർട്ടബിൾ സെക്യൂരിറ്റീസ്. കൺവേർട്ടബിൾ, ഇവിടെ ഇൻവെസ്റ്റർക്ക് ഒരു ഓപ്ഷൻ കിട്ടുകയാണ്. അവരുടെ കൈവശമുള്ള ബോണ്ടുകൾ, പ്രിഫേർഡ് സ്റ്റോക്കൊക്കെ ഒരു ടൈം പീരീഡ് കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു നിശ്ചിത വിലയ്ക്ക് അവർക്ക് എന്താക്കി മാറ്റാം, ഇക്വിറ്റി ഷെയർ ആക്കി ഫ്യൂച്ചറിൽ മാറ്റാം. കമ്പനീസ് ദാറ്റ് വാണ്ട് ടു റേസ് ക്വിക്ക് ക്യാപിറ്റൽ, പെട്ടെന്നൊക്കെ കമ്പനിക്ക് ക്യാപിറ്റൽ റേസ് ചെയ്യണമെങ്കിൽ അവരുടെ കയ്യിൽ ട്രഡീഷണൽ ആയിട്ടുള്ള ഫിനാൻസിങ് ഓപ്ഷൻ ഒന്നും ഇല്ലെങ്കിൽ ഈ തരത്തിലുള്ള സെക്യൂരിറ്റീനെ അവർക്ക് യൂസ് ചെയ്യാമെന്നുള്ളതാണ് പറയുന്നത്. കമ്പനി യൂസസ് എ കൺവേർഷൻ റേഷ്യോ. അതിന് വേണ്ടിയിട്ട് കമ്പനി എത്ര ശതമാനമാണ് നമുക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റുക, ആ റേഷ്യോ അവിടെ ഡിറ്റർമിൻ ചെയ്യും നമ്പർ ഓഫ് ഇക്വിറ്റി ഷെയർസിൻ്റെ ബേസിൽ. ഓരോ ഇൻവെസ്റ്ററുടെ കയ്യിൽ എത്ര ഉണ്ടോ അതിനനുസരിച്ചായിരിക്കും ആ റേഷ്യോ അവിടെ പറയാം.
get in place of the bond or preference shares. ബോണ്ടോ പ്രിഫറൻസ് ഷെയർസോ കൈവശമുള്ള ഓരോ ഇൻവെസ്റ്റർക്കും എത്ര ശതമാനം അത് അവരുടെ ഇക്വിറ്റി ആക്കി മാറ്റാം. കമ്പനിക്ക് പെട്ടെന്നൊരു ക്യാപിറ്റൽ റേസ് ചെയ്യേണ്ട ഒരു സമയം വരുമ്പം ആ റേഷ്യോ അവർ ഫിക്സ് ചെയ്ത് പറയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനെയാണ് കൺവേർട്ടബിൾ സെക്യൂരിറ്റി എന്ന് പറയുന്നത്. ഇനി അതിൻ്റെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് നോ ഫിക്സഡ് പ്രൈസ്. അങ്ങനെ ഒരു പ്രത്യേകിച്ച് അതിനൊരു വിലയൊന്നും നമ്മൾ ആ സമയത്ത് ഫിക്സ് ചെയ്യുന്നില്ല. ഇൻസ്റ്റഡ് ദ ഇഷ്യൂവർ യൂസസ് എ കൺവേർഷൻ റേഷ്യോ ടു ഡിറ്റർമിൻ ദ നമ്പർ ഓഫ് കോമൺ ഷെയർസ് ദാറ്റ് ഇൻവെസ്റ്റർ വുഡ് ഗെറ്റ് ഓൺ കൺവേർട്ടിംഗ് ദ ബോണ്ട് ഓൺ പ്രിഫറൻസ് ഷെയർസ്. എപ്പോഴാണോ ആ ഒരു ഇഷ്യൂവർ ഈ ഒരു റേഷ്യോ യൂസ് ചെയ്യുന്നത് ആ സമയത്ത് നമുക്കതാക്കി കൺവേർട്ട് ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ പ്രൈസിന് അവിടെ പ്രത്യേകിച്ച് എത്രയാണെന്നുള്ളതൊന്നും പറയണ്ടാവില്ല. പിന്നെ ഇത് നോട്ട് ഡിറ്റാച്ചബിൾ ആണ്. കൺവേർട്ടബിൾ നമ്മൾ നേരത്തെ പറഞ്ഞത് വാറണ്ട് ഡിറ്റാച്ചബിൾ ആണ്, പക്ഷേ കൺവേർട്ടബിൾ ഒരിക്കലും ഡിറ്റാച്ചബിൾ അല്ല. കാരണം ഇൻവെസ്റ്റേഴ്സിന് ഒരിക്കലും ഇവ പ്രത്യേകിച്ച് സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് ട്രേഡ് ചെയ്യാനൊന്നും സാധിക്കില്ല. പിന്നെ അക്കൗണ്ട്സിനൊക്കെ അത് റിമൂവ് ചെയ്യുന്നതാണ് പറയുന്നത്. നമ്മൾ ബോണ്ടോ പ്രിഫറൻസ് ഷെയറോ നമ്മുടെ കൈവശം ഉണ്ടാവുകയും അതിനുശേഷം then the bonds or preference shares are removed from the company's books of accounts. എപ്പോഴാണോ നമ്മളിത് കൺവേർട്ട് ചെയ്യുന്നത് ആ സമയം മുതൽ കമ്പനിയുടെ ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ നിന്ന് റിമൂവ് ചെയ്യുന്നതാണ് പറയുന്നത്. പിന്നെ പറഞ്ഞിരിക്കുന്നത് ഓണർഷിപ്പാണ്. ഓണർഷിപ്പ് എങ്ങനെയാണ്? ഇൻവെസ്റ്റേഴ്സിന് ഓണർഷിപ്പ് കിട്ടുന്നത് ഫ്രം ദ വെരി ബിഗിനിങ്, സ്റ്റാർട്ടിങ് മുതൽ തന്നെ അതിൻ്റെ ഓണർഷിപ്പ് അവിടെ കിട്ടുന്നുണ്ട്. ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ വർത്ത്ലെസ് ആവുന്നത് എപ്പോഴാണ്? ഷെയർ പ്രൈസ് കുറയുമ്പം ഇൻവെസ്റ്റേഴ്സിന് എന്ത് ചെയ്യാൻ പറ്റില്ല, അവരുടെ ഓപ്ഷൻ അവിടെ എക്സൈസ് ചെയ്യാൻ പറ്റില്ല. ആ സമയത്ത് അത് വാല്യൂ കുറയുന്നതാണ് പറയുന്നത്. ഇൻട്രിൻസിക് വാല്യൂ, ഓരോ കൺവേർട്ടബിൾസിനും അവരുടേതായിട്ടുള്ള ഇൻട്രിൻസിക് വാല്യൂ ഉണ്ട്. ഈവൻ ബിഫോർ ആൻഡ് ആഫ്റ്റർ എക്സൈസിങ് ദ ഓപ്ഷൻ, അവർക്ക് കൊടുത്തിരിക്കുന്ന ആ ഓപ്ഷൻ അവർക്ക് എക്സൈസ് ചെയ്യാം. അതായത് അതിൻ്റെ മുന്നോ പിന്നോ ആയാലും അതിനൊരു വാല്യൂ അവിടെ ഇൻട്രിൻസിക് വാല്യൂ ഉണ്ട്. പക്ഷേ വാറണ്ടിന് അതിൻ്റേതായിട്ടുള്ള ഇൻട്രിൻസിക് വാല്യൂ ഇല്ല എന്നുള്ളതാണ് നമ്മളവിടെ പറഞ്ഞത്. അപ്പോൾ അത് കമ്പയർ ചെയ്ത് പഠിച്ചാൽ മതി. നെക്സ്റ്റ് പറയുന്നത് എത്ര ടൈപ്പിലുണ്ട് കൺവേർട്ടബിൾ സെക്യൂരിറ്റീസ്. 1 കൺവേർട്ടബിൾ ബോണ്ട്, 2 കൺവേർട്ടബിൾ പ്രിഫറൻസ് ഷെയർ, 3 കൺവേർട്ടബിൾ ഡിബഞ്ചർ. ഈ 3നെയാണ് നമുക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ബോണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോണ്ടിന് നമുക്ക് കൃത്യമായിട്ട് ഇൻട്രസ്റ്റ് കിട്ടും, റെഗുലർ ബോണ്ടിനൊക്കെ. ബട്ട് ദ ഹോൾഡർ ക്യാൻ കൺവേർട്ട് ദം ഇൻ ടു കമ്പനീസ് ഇക്വിറ്റി ഷെയർസ് അറ്റ് എ സ്പെസിഫൈഡ് പ്രൈസ് ആൻഡ് ടൈം. ഈ ഒരു ബോണ്ട് കൈവശമുള്ള ആൾക്ക് കമ്പനി പറയുന്ന സമയത്ത് പറയുന്ന വിലയ്ക്ക് നമുക്ക് വേണമെങ്കിൽ ഇക്വിറ്റി ഷെയർ ആക്കി മാറ്റാം. സ്റ്റോക്ക് പ്രൈസ് നന്നായി മുന്നോട്ട് പോവുകയാണെങ്കിൽ ഈ ബോണ്ട് കൈവശമുള്ള ആൾക്ക് എന്ത് ചെയ്യാം, ഇതിനെ ഇക്വിറ്റി ഷെയർ ആക്കിയിട്ട് മാറ്റിയിട്ട് അവിടുന്ന് ലാഭം ഉണ്ടാക്കാം എന്നുള്ളതാണ് പറയുന്നത്. ഇനി പ്രിഫറൻസ് ഷെയർ ആണ് നമ്മുടെ കയ്യിലുണ്ടെന്നെങ്കിലും ഇതേപോലെ തന്നെ ഒരു നിശ്ചിത സമയപരിധി കഴിയുമ്പോൾ എന്ത് ചെയ്യാം, നമുക്കതിനെ ഇക്വിറ്റി ആക്കി മാറ്റാം. കാരണം പ്രിഫറൻസിന് എപ്പോഴും ഒരു ഫിക്സഡ് ഡിവിഡൻഡ് കിട്ടും. കൺവേർട്ട് ചെയ്യാൻ പറ്റും ആ ഹോൾഡർക്ക് അതിൻ്റെ ബെനിഫിറ്റ് കിട്ടാൻ വേണ്ടിയിട്ട്. സ്റ്റോക്ക് പ്രൈസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ബെനിഫിറ്റ് കിട്ടാൻ വേണ്ടി അവർക്കും എന്ത് ചെയ്യാം, സ്റ്റോക്ക് ഇക്വിറ്റി ഷെയറിലേക്ക് മാറ്റാവുന്നതാണ്. പിന്നെ മാറ്റാവുന്നത് ആർക്കാണ്? ഡിബഞ്ചർ ഹോൾഡേഴ്സിനാണ്. ഇതേപോലെ തന്നെയാണ് കൺവേർട്ടബിൾ ബോണ്ട് പോലെ തന്നെയാണ്. പക്ഷേ ഇതിൻ്റെ പ്രത്യേകത ഇത് അൺസെക്യൂർഡാണ്. ഇവിടെ ഒരു അസറ്റിൻ്റെയും ബാക്കപ്പ് അവർക്ക് കിട്ടുന്നില്ല എന്നുള്ളതാണ് പറയുന്നത് ഡിബഞ്ചർ ഹോൾഡേഴ്സിന്. മറ്റേത് ബോണ്ട് ആകുമ്പോൾ ഒരു അസറ്റ് അതിലുണ്ടായിരിക്കും. ആൻഡ് ഇതിനെയും ഇക്വിറ്റി ഷെയർ ആക്കിയിട്ട് ചില കണ്ടീഷൻസ് പ്രകാരം ഇവയെയും ഇക്വിറ്റി ഷെയർ ആക്കി മാറ്റാവുന്നത്. അപ്പോൾ ഇക്വിറ്റി ആക്കി കൺവേർട്ട് ചെയ്യാൻ പറ്റുന്ന ഈ 3 കാര്യങ്ങൾക്കാണ് കൺവേർട്ടബിൾ ബോണ്ട്, ഡിബഞ്ചർ, പ്രിഫറൻസ് ഷെയർസ്. ഇനി കൺവേർട്ടബിൾ ബോണ്ട് എന്താണെന്നുള്ള ഇവിടെ എക്സ്ട്രാ പറയുന്നുണ്ട്. ഇതൊരു ടൈപ്പ് ഓഫ് ഡെറ്റ് സെക്യൂരിറ്റി ആണ്. ഇത് വാങ്ങുന്ന ഒരു ഇൻവെസ്റ്ററെ സംബന്ധിച്ചോളം അവർക്ക് ഒരു റൈറ്റ് കിട്ടുകയാണ്, അല്ലെങ്കിൽ ഒബ്ലിഗേഷൻ കിട്ടുകയാണ്. അവരുടെ ഈ ബോണ്ടിനെ നമ്മൾ മുൻകൂട്ടി നിശ്ചയിച്ച എണ്ണം ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് ആ കമ്പനിക്ക് തന്നെ അവരുടെ ആ ഒരു ബോണ്ടിൻ്റെ ലൈഫ് ടൈമിൽ ചേഞ്ച് ചെയ്യാമെന്ന് പറയുന്നു. ഇതൊരു ഹൈബ്രിഡ് സെക്യൂരിറ്റി ആണ്. അതുകൊണ്ട് തന്നെ ഇതിന് ഡെറ്റിൻ്റെയും ഇക്വിറ്റിയുടെയും ഫീച്ചേഴ്സ് ഇവിടെ ഉണ്ടായിരിക്കുന്നുള്ളതാണ് പറയുന്നത്. ഇനി എത്ര തരത്തിലുള്ള കൺവേർട്ടബിൾ ബോണ്ട് ഉണ്ട്? വാനില കൺവേർട്ടബിൾ ബോണ്ട് ഉണ്ട്, മാൻഡേറ്ററി കൺവേർട്ടബിൾസ് ഉണ്ട്, റിവേഴ്സ് കൺവേർട്ടബിൾസ് ഉണ്ട്. 3 തരത്തിലാണ് കൺവേർട്ടബിൾ ബോണ്ട് ഉള്ളത്. പേര് പോലെ തന്നെ വാനില. ദീസ് ആർ ദ മോസ്റ്റ് കോമൺ ടൈപ്പ് ഓഫ് കൺവേർട്ടബിൾ ബോണ്ട്. ഏറ്റവും കോമൺ ആയിട്ടുള്ള ടൈപ്പാണിത്. ഇവിടെ ഇൻവെസ്റ്റേഴ്സിന് എന്താണ്, ഗ്രാൻറ്റഡ് ദ റൈറ്റ് ടു കൺവേർട്ട് ദെയർ ബോണ്ട്സ് ടു എ certain number of shares at a predetermined conversion price and rate at the maturity date. ഇവിടെ ഇൻവെസ്റ്റേഴ്സിന് ഒരു ഓപ്ഷൻ കൊടുക്കുകയാണ്, അവർക്ക് റൈറ്റ് കൊടുക്കുകയാണ്. ഒരു നിശ്ചിത ശതമാനം ഷെയർസ് അല്ലെങ്കിൽ നമ്പർ ഓഫ് ഷെയർസിന് പ്രീ ഡിറ്റർമിൻ കൺവേർഷൻ പ്രൈസിൽ അവർക്ക് മെച്യൂരിറ്റി ഡേറ്റിൽ കൺവേർട്ട് ചെയ്യാം എന്നുള്ളൊരു ഓപ്ഷനാണ് അവിടെ കൊടുക്കുന്നത്. മാൻഡേറ്ററി കൺവേർട്ടബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഇൻവെസ്റ്റേഴ്സിന് എന്താണ്, വിത്ത് ആൻ ഒബ്ലിഗേഷൻ ടു കൺവേർട്ട് ദെയർ ബോണ്ട്സ് ടു ഷെയർസ് അറ്റ് മെച്യൂരിറ്റി.
ഇവിടെ പിന്നെ പ്രത്യേകിച്ച് സമയമല്ല, എപ്പോഴാണോ മെച്യൂരിറ്റി ഡേറ്റ് വരുന്നത് അന്ന് അത് ഓട്ടോമാറ്റിക്കായിട്ട് എന്തായി മാറും, അത് ഷെയറായി മാറുകയാണ് ചെയ്യുന്നത്. നെക്സ്റ്റ് റിവേഴ്സ് കൺവേർട്ടബിൾസ് ഉണ്ട്. റിവേഴ്സ് കൺവേർട്ടബിൾ ബോണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഇഷ്യൂവർക്കാണ് ഓപ്ഷൻ ഉള്ളത്. ഐദർ ബൈ ബാക്ക് ദ ബോണ്ട് ഇൻ ക്യാഷ് ഓർ കൺവേർട്ട് ദ ബോണ്ട് ടു ഇക്വിറ്റി അറ്റ് എ പ്രീ ഡിറ്റർമിൻ കൺവേർഷൻ പ്രൈസ് ആൻഡ് ദ റേറ്റ് അറ്റ് ദ മെച്യൂരിറ്റി ഡേറ്റ്. റിവേഴ്സ് കൺവേർട്ടബിൾ ആണ്. സാധാരണ ഇൻവെസ്റ്റർ ആണ് എന്ത് ചെയ്യുന്നത്, അവരെ കൈവശമുള്ള ബോണ്ടിനെയൊക്കെ ഷെയർ ആക്കി മാറ്റുന്നത്. പകരം ഇവിടെ ഇഷ്യൂവർ ആണ്. ഇപ്പോൾ ഒരു കമ്പനിയാണ് ഇഷ്യൂ ചെയ്യുന്നത്, ആ കമ്പനിയാണ് തീരുമാനിക്കുന്നത് അവരുടെ കൈവശമുള്ള ബോണ്ടിനെ കൺവേർട്ട് ചെയ്യണോ ഇക്വിറ്റി ആയിട്ട് ആ ഒരു പ്രീ ഡിറ്റർമിൻ പ്രൈസിൽ അല്ലെങ്കിൽ കൺവേർഷൻ പ്രൈസിൽ മെച്യൂരിറ്റി ഡേറ്റിൽ മാറ്റണമെന്നുള്ള ഓപ്ഷൻ കമ്പനിക്കാണ്. ഗീവ് ദ ഇഷ്യൂവർ, ഇതാണ് അവിടെ നോട്ട് ചെയ്യേണ്ടത്. അതാണ് റിവേഴ്സ് കൺവേർട്ടബിൾ എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് ലാസ്റ്റ് നമുക്കൊരു ടോപ്പിക്ക് പഠിക്കാനുള്ളത്, വാട്ട് ആർ ദ ഡിഫറൻസ് ബിറ്റ്വീൻ വാറൻസ് ആൻഡ് കൺവേർട്ടബിൾസ് ഇൻ എ ഷോർട്ട് ടേം ഇൻവെസ്റ്റ്മെൻറ്റ്. വാറൻസ് എപ്പോഴും ഒരു ഷോർട്ട് ടേം ഇൻവെസ്റ്റ്മെൻ്റ് ആണ്, ഇതൊരു ലോങ് ടേം ആണ്. കാരണം പ്രിഫറൻസും ഡിബഞ്ചറും ബോണ്ടുകളൊക്കെയാണ് ഇവിടെ വരുന്നത്. നെക്സ്റ്റ് ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത്, ദ അണ്ടർലൈങ് സെക്യൂരിറ്റി ക്യാൻ ബി പർച്ചേസ്ഡ് ഈസ് ഫിക്സഡ്. എത്ര രൂപയ്ക്കാണ് ആ സെക്യൂരിറ്റി നമ്മൾ പർച്ചേസ് ചെയ്യുന്നത് ഫിക്സഡ് ആയിരിക്കും. ഇവിടെ അങ്ങനെ ഒരു ഫിക്സഡ് പ്രൈസ് ഇല്ല. ഇവിടെ പ്രൈസ് ഫിക്സഡ് ആണ്, ഇവിടെ നോ ഫിക്സഡ് പ്രൈസ് ആണ്. ഇനി ഇത് ഡിറ്റാച്ചബിൾ ആണ് നമ്മൾ പറഞ്ഞു, അതുകൊണ്ട് ഇത് മാത്രമായിട്ട് നമുക്ക് ട്രേഡ് ചെയ്യാം വാറൻസ്. പക്ഷേ കൺവേർട്ടബിൾ ഒരിക്കലും നോട്ട് ഡിറ്റാച്ചബിൾ ആണ്, ഇത് സെപ്പറേറ്റ് ആയിട്ട് ട്രേഡ് ചെയ്യാൻ സാധ്യമല്ല. ഇറ്റ് ഹാസ് നോ ഇൻട്രിൻസിക് വാല്യൂ, ഇതിന് ഇൻട്രിൻസിക് വാല്യൂ ഇല്ല. ഇവിടെ കൺവേർട്ടിബിൾസിന് അവയുടെ തന്നെ ആയിട്ടുള്ള ഓൺ ഇൻട്രിൻസിക് വാല്യൂ ഉണ്ടായിരിക്കും. ദ മാർക്കറ്റ് പ്രൈസ് ഓഫ് ദ അണ്ടർലൈൻ സെക്യൂരിറ്റി ഫോൾസ് ബിലോ ദ എക്സൈസ് പ്രൈസ്. കാരണം നമ്മൾ എത്ര രൂപയ്ക്കാണോ ഇത് വാങ്ങാമെന്ന് പറഞ്ഞു വെച്ചിരിക്കുന്നത്, പ്രീ ഡിറ്റർമിൻ ചെയ്തിരിക്കുന്ന പ്രൈസ്, അതിനേക്കാൾ കുറവായിട്ടാണ് മാർക്കറ്റ് പ്രൈസ് പോകുന്നതെങ്കിൽ ഇത് വർത്ത്ലെസ് ആണ്, അതിന് വാല്യൂ ഉണ്ടാവില്ല എന്നുള്ളതാണ് പറയുന്നത്. ഇവിടെയോ ഷെയർ പ്രൈസ് കുറഞ്ഞു കഴിഞ്ഞാലും ഇത് വർത്ത്ലെസ് ആവുന്നില്ല, അതാണ് വ്യത്യാസം വരുന്നത്. അണ്ടർലൈൻ സെക്യൂരിറ്റി ഇല്ലെങ്കിൽ അസറ്റ് എന്ന് പറയുന്നത് ഷെയർ ആയിരിക്കും. ഷെയറിൻ്റെ വാല്യൂ കുറഞ്ഞാലും കൺവേർട്ടബിൾസിൻ്റെ വർത്ത് കുറയുന്നില്ല എന്നുള്ളതാണ്. പക്ഷെ ഇവിടെ മാർക്കറ്റ് പ്രൈസ് കുറവ് വരികയാണ്, നമ്മൾ പറഞ്ഞ പ്രൈസിനെക്കാട്ടിലുണ്ടെങ്കിൽ അവിടെ വർത്ത്ലെസ് ആയിട്ട് മാറുന്നു. അതാണ് ഇവ തമ്മിലുള്ള വ്യത്യാസം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ സെക്കൻഡ് ചാപ്റ്റർ. അപ്പോൾ ഇതോട് കൂടിയിട്ട് സെക്കൻഡ് ചാപ്റ്റർ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. 2 ടോപ്പിക്കാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്, വാറണ്ടും കൺവേർട്ടബിളും. അപ്പോൾ ഈ രണ്ടും എന്താന്ന് പഠിക്കുക, അതിൻ്റെ ഫീച്ചേഴ്സ് പഠിക്കുക, അഡ്വാൻറ്റേജ് പഠിക്കുക, ഡിസഡ്വാൻറ്റേജ് പഠിക്കുക, അതിൻ്റെ ടൈപ്സ് പഠിക്കുക, അതേപോലെ തന്നെ ഈ ഒരു ഡിഫറൻസുകളും നോട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എല്ലാവർക്കും ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ക്ലാസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ. ക്ലാസ് കേട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു തോന്നുകയാണെങ്കിൽ മാത്രം ഒന്ന് ലൈക്ക് ചെയ്യുക. ഓക്കെ, നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ചാനലൊന്ന് കാണാം കേട്ടോ. ഓക്കെ, താങ്ക്